ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇപ്പം 3 മാസത്തിന് ശേഷം എൻ്റെ ചില വീഡിയോകളൊക്കെ ചെയ്തു. അത് എങ്ങനെയുണ്ട്, പ്രേക്ഷകർക്കൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നുള്ളതിനെ കുറിച്ചൊക്കെ പഠിച്ചപ്പോൾ ഈ ഹോട്ടൽ ഇൻഡസ്ട്രിയെ കുറിച്ച് വ്യക്തമായൊരു ധാരണ കൊടുക്കുന്ന വീഡിയോസ് ഇല്ല. യൂട്യൂബിലും മറ്റും പല കുക്കിംഗ് വീഡിയോസ് കോപ്പി പേസ്റ്റ് ഇന്ന് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഒതന്റിക് ആണെന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ആളുകൾക്ക് ചെറിയ രീതിയിലൊക്കെ സഹായമാകുന്ന രീതിയിലുള്ള കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടെങ്കിലും ഒരു ഹോട്ടൽ ഇൻഡസ്ട്രി നടത്തി അതിൻ്റെ ആ ഒരു രീതിയിൽ വിജയിപ്പിച്ചെടുക്കാൻ ഇന്ന് ഒരുപാട് ആളുകൾ താല്പര്യപ്പെടുന്ന ഒരു ഫീൽഡാണ് ഹോട്ടൽ ഇൻഡസ്ട്രി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ മുന്നേ ചെയ്ത വീഡിയോസിൽ നിന്ന് നല്ല അഭിപ്രായങ്ങൾ എനിക്ക് ലഭിക്കുകയും, കൂടാതെ ഇനി ഇതുപോലുള്ള വീഡിയോസ് ചെയ്യണം, ഇൻഫർമേഷനെ കുറിച്ച് പലരും വിളിച്ച് നേരിട്ട് ചോദിക്കുകയും പല ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കുകയും എനിക്ക് ചെയ്തു. അപ്പോൾ ആരുടെ പണമാണെങ്കിലും, അത് എൻ്റെ ആണെങ്കിലും നിങ്ങളുടെ ആണെങ്കിലും, അത് അനാവശ്യമായി പോവാതിരിക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇൻറ്റൻഷൻ ഈ വീഡിയോ ചെയ്യുന്നതിലൂടെ. തീർച്ചയായിട്ടും നിങ്ങളെ, പ്രത്യേകിച്ച് പ്രേക്ഷകരായ നിങ്ങളുടെ ഈ കാണുന്ന നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് വീണ്ടും ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിടണം എന്നുള്ളൊരു വീണ്ടും ഒരു ഇൻറ്റൻഷൻ വരാൻ കാരണം. അപ്പോൾ നമ്മളെ സബ്ജക്റ്റിലേക്ക് നേരെ നമുക്ക് കടക്കാം. ഇന്ന് നമ്മളെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപ ചിലവാക്കിയാൽ 1 ലക്ഷം രൂപ മാസം പ്രോഫിറ്റ്. അപ്പോൾ ഇതൊരു മണി ചെയിനോ മറ്റുള്ള സംഗതികളല്ല. ഓരോ വ്യക്തികളും ഒന്ന് അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് നമ്മുടെ കേരളത്തിലും അതുപോലെ ഇന്ത്യയിൽ എവിടെയും നല്ല രീതിയിൽ നമുക്ക് മീൻസ് നിങ്ങൾ ഒരാളും ഒരു അസിസ്റ്റന്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മാസം പ്രതി 1 ലക്ഷം രൂപ ലാഭം എടുക്കാവുന്ന ചില ഹോട്ടൽ ടിപ്സാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത്. ഇപ്പോൾ ഈ 5 ലക്ഷം രൂപ എന്ന് പറയുന്നത് ഇന്നിപ്പോൾ നമുക്കൊരു 100 to 200 സ്ക്വയർ ഫീറ്റ് ഏരിയ സ്ഥലം, അവിടെ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് ഒരു 4 ടൈപ്പ് അല്ലെങ്കിൽ 5ാമതൊരു ടൈപ്പ് ബിരിയാണികൾ. നമ്മുടെ സെയിൽസ് ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും 100 ബിരിയാണി, 100 ബിരിയാണി. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 120 റുപ്പീസാണ്. അപ്പം നമുക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് വരെ ഏകദേശം ഒരു 40 മുതൽ 60 രൂപയാണ്. ഇപ്പോൾ ബിരിയാണികൾ നമുക്ക് ഒന്നിലൊന്ന് വ്യത്യസ്തമായ ടേസ്റ്റുകൾ, ഒരു ഉദാഹരണത്തിന് ഒറിജിനൽ കേരള ദം ബിരിയാണി, അതുപോലെ തന്നെ ഒറിജിനൽ ഹൈദരാബാദി ബിരിയാണി, കുഴിമന്തി, അതുപോലെ ബിരിഞ്ചി ബിരിയാണി അഥവാ കർണാടകയുടെ ദൊണ്ണെ ബിരിയാണി, പിന്നെ അതുപോലെ തന്നെ കപ്സ ബിരിയാണി, അല്ലെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന മജ്ബൂസ് എന്ന് പറയുന്ന ബിരിയാണി. ഇതൊക്കെ നല്ല രീതിയിലും അതിൻ്റെ ഒതന്റിക്കുമായിട്ടും നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ഓരോ ദിവസവും വ്യത്യസ്ത ബിരിയാണി, ഒരു ടൈപ്പ് ബിരിയാണി ഒരു ദിവസം വേണ്ടോ, പ്ലസ് അതിൻ്റെ കൂടെ ചില്ലറ കബാബ് കാര്യങ്ങൾ. നമുക്ക് റെഡിമെയ്ഡ് പൊറോട്ടയെ റെഡിമെയ്ഡ് പത്തിരി ചപ്പാത്തി എല്ലാം ലഭ്യമാണ്. നമുക്ക് ആവശ്യാനുസരണം ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ കുക്കിംഗ് സ്റ്റൈൽ നോക്കി കഴിഞ്ഞാൽ ആവശ്യാനുസരണം ചിക്കനോ ബീഫൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടാവും. ഒന്നെങ്കിൽ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആവശ്യത്തിനടുത്ത് പുറത്ത് വെച്ച് അതിൽ നിന്ന് ഒരു 3 പോർഷൻ 4 പോർഷനെ പുറത്തുണ്ടാവുള്ളൂ. അത് ഏകദേശം തീരുന്ന രീതിയിലുള്ള മാത്രം പുറത്ത് വെച്ച് അതിന് ആവശ്യത്തിൻ്റെ മീൻസ് എപ്പോഴാണ് ഓർഡർ ആ സമയത്ത് മിക്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയിലുള്ള ഒരു കിച്ചൺ. ഉച്ച മുതൽ രാത്രി വരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 10-11 മണി മുതൽ, അന്ന് വെച്ചാൽ നമുക്ക് പർച്ചേസിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉറക്കമൊക്കെ കഴിഞ്ഞ് നല്ല ശുദ്ധമായിട്ട് ഒരു 8-8:30-9 മണിക്ക് കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരു 11 മണിയാകുമ്പോഴത്തേക്കും നമുക്ക് ഉദ്ദേശിക്കുന്ന ബിരിയാണിയും മറ്റുള്ള അതിൻ്റെ സൈഡുകളും എല്ലാം റെഡിയായി കഴിയും. ഈ രീതിയിൽ നിങ്ങൾക്കൊരു ചെറിയ റെസ്റ്റോറൻറ്റ്, ചെറുകിടക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഒരു 5 ലക്ഷം രൂപ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ ടോട്ടൽ, ഇപ്പോൾ കടക്കുള്ള അഡ്വാൻസ്, അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ്, അതുപോലെ തന്നെ അതിൻ്റെ ചെയർ സാധനങ്ങൾ, അതിൻ്റെ വേണ്ട പാത്രങ്ങൾ, ഇതെല്ലാം കൂടിയിട്ട് നിങ്ങൾക്ക് മാക്സിമം വരിക 5 ലക്ഷം രൂപയാണ്. അതിൻ്റെ താഴെ വരുള്ളൂ, മുകളിലേക്ക് പോവില്ല. നിങ്ങൾ ചെയ്യേണ്ടത് ഒരു മാസത്തെ ഒരു ട്രെയിനിങ് എടുക്കുക, അല്ലെങ്കിൽ അതിനെ പറ്റിയ ഒരാളെ കണ്ടുപിടിച്ചതിന് ശേഷം അദ്ദേഹത്തെ കൂടെ നിർത്തിയിട്ട് ഇതിൻ്റെ എല്ലാ ചെലവുകളും, ഇതിൻ്റെ പർച്ചേസിങ് മുതൽ അതിൻ്റെ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന രീതി, അതിൻ്റെ ഓരോ പാർട്ടായിട്ട് നിങ്ങൾ തന്നെ പഠിച്ച് നിങ്ങൾ തന്നെ ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അധികം താമസിയാതെ ആ ഒരു കടയുടെ തന്നെ 2-3 യൂണിറ്റുകൾ, ഔട്ട്ലെറ്റുകൾ പുറത്ത് തുടങ്ങാനും പറ്റും. കൂടാതെ തന്നെ നിങ്ങൾക്ക് ഒതന്റിക് ആയിട്ടുള്ള ഒറിജിനൽ ഫുഡ് കൊടുക്കാനും പറ്റും.
പ്രധാനമായിട്ടും ഇതിൽ കുക്കിനെ ഡിപ്പെൻഡ് ചെയ്യരുത്, നിങ്ങളായിരിക്കണം അവിടുത്തെ സൂപ്പർ സ്റ്റാർ. കൂടാതെ മറ്റൊരു കാര്യം കൂടി നമ്മളിതിൽ ഓർമ്മിപ്പിക്കാനുള്ളത്, ഒരു കുക്കിനെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് മാത്രം ഒരിക്കലും നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങരുത്. അതിറങ്ങിയാൽ നിങ്ങളുടെ പവർ അങ്ങ് പോവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പല സ്ഥലത്തും പല സ്ഥലങ്ങളിലും ബംഗാളി കുക്കുകളുണ്ട്, കേരള കുക്കുകളുണ്ട്. ഞാൻ ഇപ്പോൾ ഒരു 3 വർഷമായി ട്രെയിനിങ് കൊടുക്കാൻ പോകുന്നത് കാസർഗോഡ് മാത്രമേ പോയിട്ടില്ല, കോഴിക്കോട് പാരഗൺ മുതൽ തിരുവനന്തപുരം ബുഹാരി ഹോട്ടൽ വരെ പോയിട്ടുണ്ട്. ഒറ്റ സ്ഥലത്തും ഒറിജിനൽ ദമ്മടിക്കാൻ അറിയുന്ന മാസ്റ്റേഴ്സിനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ട്രെയിനിങ്ങും അതിൻ്റെതായ സിസ്റ്റവും ഇവിടെ കേരളത്തിൽ കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ പല സ്ഥലങ്ങളിലും പോയി ഈ പല പല ബിരിയാണികളും പല സ്ഥലങ്ങളിൽ നിന്ന് പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ നിങ്ങൾ കൊടുത്താൽ അത് ഒറിജിനൽ ബിരിയാണികളായിരിക്കണം. മജ്ബൂസ് എന്ന് പേരിട്ട് എന്തെങ്കിലും കൊടുക്കുക, ഹൈദരാബാദിൽ നിന്ന് പേരിട്ട് എന്തെങ്കിലും കൊടുക്കുക, കേരള ഒറിജിനൽ ദം ബിരിയാണി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഒരിക്കലും ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഒറിജിനൽ ബിരിയാണി ഒറിജിനലായിട്ട് നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ അടുത്തേക്ക് ആളുകൾ ഓടി ഓടി വരും. പിന്നെ യൂട്യൂബിൽ കണ്ടുകൊണ്ടൊന്നും നിങ്ങൾ ഇതിന് തുനിഞ്ഞിറങ്ങരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് യൂട്യൂബിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പി പേസ്റ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മെജോറിറ്റി. പിന്നെ വലിയ ക്വാണ്ടിറ്റിയിലുള്ള വെബുകളൊന്നും അവർ കാര്യങ്ങൾ ഇൻഫർമേഷൻ കൃത്യമായി പാസ് ചെയ്യുന്നില്ല. പിന്നെ പല ക്വാണ്ടിറ്റിക്കും പല രീതിയിലാണ് ദമ്മിങ്ങിൻ്റെ സിസ്റ്റം തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ട് അത് നിങ്ങൾ ഒതന്റിക്കായിട്ട് പഠിച്ചതിന് ശേഷമേ നിങ്ങൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. തീർച്ചയായിട്ടും 100% നിങ്ങൾക്ക് ഇതിൽ വിജയിച്ച് ഒരു 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 സ്വർണ്ണക്കൊടി നിങ്ങൾക്ക് ഇതിൽ വീശാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ എൻ്റെ അനുഭവം അതുപോലെ മറ്റുള്ളവരിൽ കണ്ട അനുഭവങ്ങളും മറ്റു പല സ്ഥലങ്ങളിലും ഞാൻ പോയി എൻ്റെ നേരിട്ടുള്ള അറിവുമാണ് പറയുന്നത്. ഹോട്ടലിൽ ചെയ്യുമ്പോൾ മിനിമം ഐറ്റംസിൽ ചെയ്യുക. ഒരുപാട് ചില കടകളിൽ പോവും 250 ഐറ്റം ഉണ്ടാവും, 250 ക്വാളിറ്റി ഉണ്ടാവില്ല. കുക്ക് മാറിക്കൊണ്ടിരിക്കും, ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലായിരിക്കും. പിന്നെ നോർത്ത് ഇന്ത്യൻ കുക്സ് പല ആളുകളും അജിനോമോട്ടോയുടെ അതിഭയങ്കരമായ ഉപയോഗം കറികളിലും ബിരിയാണിയിലും ഒക്കെ ഉണ്ട്. ഒരു കെമിക്കലും ഇല്ലാതെ നമുക്ക് അടിപൊളി ബിരിയാണി അടിപൊളി ടേസ്റ്റിൽ വയറും മനസ്സും ഒരുപോലെ നിറയുന്ന രീതിയിൽ എല്ലാ ഡിഷുകളും ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലർ ബിസിനസ് കിട്ടില്ല. അവരൊക്കെ വയറ് അപ്സെറ്റ് ആവും, പതുക്കെ നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആവാൻ തുടങ്ങും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. നാച്ചുറൽ ഫുഡായിരിക്കണം, അതിനെ എന്നും നിർത്താൻ സാധിക്കുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. മിനിമം ഐറ്റംസിൽ ചെയ്യാൻ പാടുള്ളൂ. ചെയ്യുന്ന സാധനങ്ങൾ വെടിക്കെട്ട് ടേസ്റ്റ് ആയിരിക്കണം, അത് ഒറിജിനൽ ഇൻഗ്രീഡിയൻ്റ് ആയിരിക്കണം. നല്ല രീതിയിൽ പഠിച്ചാൽ വളരെ കുറഞ്ഞ കോസ്റ്റിൽ നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഒതന്റിക്കായിട്ട് പഠിച്ചതിന് ശേഷമാണ് ഈ ഫീൽഡിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവണം. നിങ്ങളെ കുക്കിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ ആണ് വരുന്നത്. അത് കഴിഞ്ഞാൽ നിങ്ങൾ ഫ്രീ ആയി. അപ്പോൾ നിങ്ങളൊരു ചെറിയൊരു അസിസ്റ്റൻറ്റ്, ഇത്രയേ പാടുള്ളൂ ആ ഹോട്ടലിൽ. നിങ്ങൾക്ക് ഭംഗിയായിട്ട് അത് നടത്താനും പറ്റും. അത് രാവിലെ 11 മണി മുതൽ രാത്രി 10 മണിയോ ആ ഒരു ടൗണിൻ്റെ സ്വഭാവം അനുസരിച്ചിട്ട് നമ്മൾ അതിനെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് 100 ബിരിയാണി നിങ്ങൾക്ക് സെയിൽ ചെയ്യാനുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രക്ചറും അതുപോലെ ക്വാളിറ്റിയുള്ള ഫുഡ്, അതിന് നിങ്ങൾക്ക് യു ഷുഡ് മേക്ക് എ ട്രെയിൻ. ബിഫോർ ഇൻവെസ്റ്റ് യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ എന്താണോ, നിങ്ങളിപ്പോൾ പല ആളുകളും പല സ്ഥലത്തു നിന്നും ചോദിക്കുന്നുണ്ട് എന്നോട്, ഇങ്ങനെ ചെയ്താൽ മതിയോ അങ്ങനെ ചെയ്താൽ മതിയോ. മെയിൻ ഡിഷുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നിങ്ങൾ അതൊന്ന് പഠിക്കാൻ തയ്യാറാവണം. നമ്മൾ ഒരു ജോലിയും വിവരവും ഉണ്ടാവാൻ സ്കൂളിൽ 10ാം ക്ലാസ് +1 +2 ഡിഗ്രി ഒക്കെ പോയതിന് ശേഷം പല ബിസിനസ്സുകളും ചെയ്ത് പണം പോകുന്നുണ്ട്. അപ്പോൾ പണം പോകാത്തൊരു സ്ട്രക്ചറാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞു തരുന്നത്. ഇത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയും അത് ഒതന്റിക്കായിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുകയും ചെയ്താൽ നിങ്ങൾക്ക് മറ്റുള്ള ഓർഡറുകളും അതുപോലെ തന്നെ ഒരു നിത്യാഹാരമാണ് നമ്മുടെ നാട്ടിലെ ബിരിയാണി എന്നൊക്കെ പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളതിൽ കുറച്ച് കോസ്റ്റ്ലിയാണ്, നല്ല ഒരു സ്പെഷ്യൽ ഫുഡായിട്ടാണ് ബിരിയാണീനെ എല്ലാവരും കണക്കാക്കുന്നത്. അത് നിങ്ങൾക്ക് അതിൻ്റെ ഒതന്റിക് ആയിട്ടുള്ള രീതിയിൽ കൊടുക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 200 സ്ക്വയർ ഫീറ്റ് മാക്സിമം ഉള്ള ഒരു സ്ഥലത്തു നിന്ന് തന്നെ നിങ്ങൾക്ക് കാര്യമായ ബുദ്ധിമുട്ടുകളില്ലാതെ നിങ്ങൾക്ക് ഈ പറയുന്ന 1 ലക്ഷം രൂപ നിങ്ങൾക്ക് 5 ലക്ഷം രൂപ മുടക്കിയാൽ കിട്ടാവുന്ന സംഗതികളുണ്ട്. ഇനി വിശദമായി ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ A to Z പർച്ചേസിങ്ങിൻ്റെ ഒരു പോയിന്റ് മുതൽ ഓരോ വെജിറ്റബിൾസ് വരെ നമ്മൾ വാങ്ങിക്കുന്നതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് പർച്ചേസിങ്ങിൽ വലിയൊരു ലാഭം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അവസാന വാക്കെന്ന് പറയുന്നത് ടേസ്റ്റ് തന്നെയാണ്, അതിൽ സംശയമില്ല. അപ്പോൾ അതിന് പറ്റിയ ഒരു മാസ്റ്ററെ നിങ്ങൾ കണ്ടുപിടിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു 5 ടൈപ്പ് ബിരിയാണി നിങ്ങൾ പഠിക്കാൻ ഒരു 1 month to 2 month മാക്സിമം വേണ്ടോ. ഇനി നല്ലൊരു മാസ്റ്റർ നിങ്ങളെ കൂടെ നിന്ന് നിങ്ങളെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിത്തിൻ 1 month ഐ ക്യാൻ ഷുവർ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് ഒരേ ഒരു ട്രെയിനിങ് എടുത്താൽ നിങ്ങൾക്ക് ഈ പറയുന്ന ടാർഗറ്റ് അച്ചീവ് ചെയ്യാനും പറ്റും. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയിൽ, ഇനി വിദേശത്ത് പോവുകയാണെങ്കിൽ സാലറി ബേസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഇവിടെ നിന്നൊരു എക്സ്പീരിയൻസ് ആയിട്ട് നിങ്ങൾ പോകാൻ റെഡിയാണെങ്കിൽ നല്ല ശമ്പളമാണ് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ശമ്പളമാണ് ഗൾഫ്. അങ്ങോട്ട് UK അതുപോലെയൊക്കെ കടന്നു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫുഡും അതുപോലെ നിങ്ങൾക്ക് അതിൽ ആ ട്രെയിനിങ്ങും നിങ്ങൾ പക്കയാണ്. നിങ്ങളൊരു ഹോട്ടലൊക്കെ നടത്തി നല്ല രീതിയിൽ നിങ്ങൾക്ക് അതിനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോട്ടലും നിങ്ങൾക്ക് മറ്റൊരു നല്ലൊരു വിലയ്ക്ക് മറിച്ച് വിൽക്കണമെങ്കിൽ ഭാവിയിൽ മറിച്ച് വിൽക്കുകയും ചെയ്യാം. കൂടാതെ നിങ്ങൾക്ക് വിദേശത്തോ അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും പോയി സെറ്റിൽ ആവണമെങ്കിൽ അതിനും പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ അതുപോലെ തന്നെ ഹോട്ടൽ ഇൻഡസ്ട്രിയിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇങ്ങനെ ചെറിയ ഷോപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ കൂട്ടാതിരിക്കുക. നമുക്കൊരാൾക്കും ഒരു അസിസ്റ്റന്റും ചെയ്യാവുന്നത്. ഇപ്പോൾ ദോശ പൊറോട്ട എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സെക്ഷനാണ്. അത് ഫുള്ളായിട്ട് നമ്മൾ അതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. നമ്മൾ ഈ 2 പേര് വെച്ചിട്ട് ചെയ്യാവുന്ന മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് ബിരിയാണി ആയിരിക്കണം. ഇപ്പം നിങ്ങൾ ബാംഗ്ലൂർ പോലത്തെ സിറ്റികളിലൊക്കെ പ്രത്യേകിച്ച് വന്നു കഴിഞ്ഞാൽ അവരുടെ മെയിൻ ഡിഷുകൾ 1, 2, 3, 4 ഐറ്റം വെച്ചുകൊണ്ട് 1 lakh 2 lakh ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഞാൻ പറയുന്നത് 100 ബിരിയാണി ഒരു 10,000 12,000 ബിസിനസ് ഉണ്ടായാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാടകയും ആ സ്റ്റാഫിനുള്ള ശമ്പളവും കഴിച്ചാൽ നിങ്ങൾക്ക് ഒരു മാസം 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞതിൽ പലർക്കും പല സംശയങ്ങൾ ഉണ്ടാവാം. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ സാധിക്കില്ല. കുറേയൊക്കെ കാര്യങ്ങൾ ഇൻഫർമേഷനായിട്ട് തന്നു. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ ഇൻഫർമേഷൻസും അതുപോലെ എൻ്റെ മറ്റ് വീഡിയോസും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് വേണ്ട അത്യാവശ്യം ഒരു അറിവൊക്കെ കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കൂടാതെ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല അറിവുകൾ ഒപ്പം വരുന്നത് കിട്ടാൻ നിങ്ങൾ ബെൽ ബട്ടൺ അമർത്തണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ഉണ്ട്, എൻ്റെ ചാനലിൻ്റെ ലിങ്ക് കാണാം. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം നിങ്ങൾക്ക് അത് വിത്ത് ഒരു ബോർഡായിട്ടാണ് ഞാൻ ഇടാറുള്ളത്. നിങ്ങൾക്ക് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ നിങ്ങൾക്കത് കാണുകയും അല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഇൻഫർമേഷൻ വന്നിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നീട് സമയമുള്ളപ്പോൾ അതിനെ മനസ്സിലാക്കുകയും ചെയ്യുക. എന്തായാലും എനിക്ക് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നവരോട് പറയാനുള്ള പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത്, ബിഫോർ ഇൻവെസ്റ്റ് യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ്. നമ്മളൊരു കാർ വാങ്ങിച്ചാൽ ഡ്രൈവിംഗ് അറ്റ്ലീസ്റ്റ് പഠിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫെയിലാവും. ഹോട്ടൽ തുടങ്ങുന്നുണ്ടെങ്കിൽ അവിടുത്തെ മെയിൻ ഡിഷുകളെ കുറിച്ച് നിങ്ങൾക്ക് നല്ല അവയർനെസ്സും അതിൻ്റെ A to Z നിങ്ങൾ പഠിച്ചിട്ടാണ് ചെയ്യണമെങ്കിൽ ലൈഫ് ടൈം നിങ്ങൾക്ക് തിരിഞ്ഞ് നോക്കേണ്ടി വരികയില്ല. അപ്പോൾ നല്ല ഭക്ഷണം എല്ലാവർക്കും പ്രചരിക്കട്ടെ. എല്ലാ അറിവുകളും നിങ്ങൾ ഇപ്പോൾ പലരും പല അറിവുകൾ ഷെയർ ചെയ്യുന്നുണ്ട്. ആ അറിവുകളെല്ലാം കൂട്ടി യോജിപ്പിച്ച് അതിന് വിശകലനം ചെയ്ത് അതിൻ്റെ വിദഗ്ധരായ ആളുകളായിട്ട് ബന്ധപ്പെട്ട് അതെല്ലാം കഴിഞ്ഞിട്ടേ നിങ്ങൾ ഒരു ഹോട്ടലിലേക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. ബിഫോർ ഇൻവെസ്റ്റ് യു ഷുഡ് ഇൻവെസ്റ്റിഗേറ്റ്. നിങ്ങളുടെ പൈസയും അതുപോലെ നിങ്ങളുടെ സമയവും വളരെ വിലപ്പെട്ടതാണ്. അപ്പോൾ അത് അതിൻ്റേതായ രീതിയിൽ കണ്ട് മനസ്സിലാക്കി അതിൻ്റെ നെഗറ്റീവും പോസിറ്റീവും പഠിച്ചതിന് ശേഷം മാത്രം ഇറങ്ങുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യാനോ ബെൽ ബട്ടൺ അടിക്കാനോ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു. ബൈ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഉടനെ കാണാം.